ടോബി ജോൺസൺ ശരിക്കും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച തൊട്ടടുത്ത നിമിഷം സ്ഥാനാർത്ഥികളുടെ പട്ടികയാകും എന്നായിരുന്നു പ്രതിപക്ഷത്തു നിന്നുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ പ്രതിസന്ധിക്ക് ശമനമുണ്ടാകുന്നില്ല. വിവരങ്ങൾ തീർച്ചയായിട്ടും UDF 24 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു നിലപാടായിരുന്നു നേരത്തെ VD സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേരള കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ചർച്ച അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അത് അവസാന നിമിഷം വരെ അതിൽ കല്ലുകടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ്. ഇന്നലെ രാത്രിയിൽ ആ ഉഭയകക്ഷി ചർച്ച നടന്നതിന് ശേഷവും നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് 2 സീറ്റുകളെ ചൊല്ലി ആ തർക്കം നീണ്ടുപോയി, അതിലൊരു തീരുമാനമാകാതെ കാര്യങ്ങൾ വന്നു എന്ന് തന്നെയാണ്. ആ 2 സീറ്റുകൾ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരും ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റുമാണ്. ഈ 2 സീറ്റുകൾ വിട്ടു നൽകണമെന്നൊരു ആവശ്യമാണ് കേരള കോൺഗ്രസിന് മുൻപാകെ വെച്ചിരുന്നത്. പക്ഷെ അത് നടക്കില്ല. അങ്ങനെ ചുമ്മാ ആ സീറ്റ് വിട്ടു നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കേരള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. പകരമായി ഏതെങ്കിലും സീറ്റുകൾ, അതായത് 10 സീറ്റ് എന്ന കേരള കോൺഗ്രസിന്റെ മുൻപ് തൊട്ടുള്ള അതൊരു അവകാശമായി തന്നെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് 10 സീറ്റിൽ കുറഞ്ഞ ഒരു പരിപാടിക്കും ഇല്ല എന്നാണ് ജോസഫ് വിഭാഗം പറഞ്ഞിരിക്കുന്നത്. ഏറ്റുമാനൂരും ഇടുക്കിയും എടുക്കുകയാണെങ്കിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇനി AICC ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അവർ ഇടുക്കി സീറ്റിനെ കുറിച്ച് ചില വിട്ടുവീഴ്ചകൾക്ക് ജോസഫ് വിഭാഗം തയ്യാറാണ്. ഇടുക്കി സീറ്റ് തരുമ്പോൾ പകരം ഏതെങ്കിലും ഒരു സീറ്റ്, അത് പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളി ഏതെങ്കിലും ആയിക്കോട്ടെ, അത് നൽകിയാൽ മതി. എന്നാൽ ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആർക്കും തന്നെ ഇല്ല, 2 പേർക്കും ഇല്ല എന്നാണ് പരസ്പരം അവർ പഴിയായിരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ ഒരു തർക്കം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇടുക്കി സീറ്റ് ഏകദേശം ധാരണയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റെടുക്കൽ നടക്കില്ല, വേണമെങ്കിൽ വെച്ചുമാറൽ നടക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ആ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏകദേശം ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗിന് അവർ പറഞ്ഞ സീറ്റുകളെല്ലാം നൽകി, മറ്റ് ഘടകകക്ഷികൾക്കും കൃത്യമായ സീറ്റുകൾ നൽകി. എന്തുകൊണ്ട് കേരള കോൺഗ്രസിന്റെ സീറ്റ് മാത്രം പിടിച്ചു വാങ്ങുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് തീരുമാനമാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എടുക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.